എൻ്റെ മണി ഞാൻ കൃത്യമായി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എൻ്റെ കരിയർ ഞാൻ വളരെ കൃത്യമായി ഡെവലപ്പ് ചെയ്യുന്നു. സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ് ഈ ഭൂമിയിൽ എങ്ങനെ നൈമിഷികമായ ജീവിതത്തിൽ ആവേശകരമായും സാഹസികമായും എങ്ങനെ ജീവിക്കണമെന്നാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. ഞാൻ എൻ്റെ രഹസ്യം ഈ കഥയിലൂടെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് മുഴുവൻ ട്രാൻസ്ഫോം ചെയ്യേണ്ട രഹസ്യം എത്ര പേർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്? യെസ്, ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ട്രാൻസ്ഫോം ചെയ്യും. മുഴുവൻ ആളുകൾ. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഇവിടെ എത്തിയത് അറിവ് നേടാൻ വേണ്ടിയാണ്. നമ്മൾ എല്ലാവരും കോമൺ ആയി ഇവിടെ ബന്ധിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അറിവ് നേടുക എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ എത്തിച്ച് 3.5 കോടി ജനങ്ങൾക്ക് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ ബാക്കിലിരിക്കുന്നവരെല്ലാവരും ഫ്രണ്ടിൽ വരും. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. രാവിലെ എല്ലാവരും പല്ല് വെച്ചിട്ടാണ് വന്നത്. എല്ലാവരും യെസ്, പല്ല് തേക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെല്ലാവരും ലക്ഷപ്രഭുക്കളായി കഴിഞ്ഞു. പല്ല് നിങ്ങൾ ചെറുപ്പത്തിൽ ജനിച്ചപ്പോ ആരും പല്ല് വെച്ചോണ്ടല്ലോ വന്നത്. ഇന്ന് രാവിലെ നിങ്ങൾ എല്ലാവരും പല്ല് വെച്ചില്ലേ? ഞാൻ ഈ പറയുന്ന കാര്യം കൂടി നിങ്ങൾ പല്ല് വെക്കണതിന്റെ കൂടെ ചെസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. വളരെ ചെറുതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം ചിലപ്പോൾ മുഖം കഴുകുമായിരിക്കും, പല്ലിയൊക്കെ ആയിരിക്കും എല്ലാവരും ചെയ്യുക. ഉറക്കത്തിൽ നിന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഈ മനോഹരമായ ഭൂമിയിലേക്ക് ഒരു ദിവസം കൂടി നൽകിയ ഈ പ്രപഞ്ചത്തിന്, പ്രപഞ്ചനാഥന്, സൃഷ്ടാവിന് ഞാൻ നന്ദി പറയുന്നു. നാളെ മുതൽ നിങ്ങൾ തുടങ്ങിയാൽ മതി. 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആഗ്രഹങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ ആഗ്രഹങ്ങൾ, അഫർമേഷൻസ്, അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യാം. എൻ്റെ നിങ്ങളുടെ ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഡോക്ടർ പ്രസാദിന്റെ ആയിരിക്കില്ല എൻ്റെ ഇത്, വർഗീസ് സാറിന്റെ ആയിരിക്കില്ല എൻ്റെ ആഗ്രഹം, സിബിന്റെ ആയിരിക്കില്ല എൻ്റെ ആഗ്രഹം, ജോഷ് സാറിന്റെ ആയിരിക്കില്ല എൻ്റെ ആഗ്രഹം. സോ നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മൾ അഫർമേഷനായിട്ട് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും നിങ്ങൾ കേൾക്കുക. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളാകട്ടെ, ഇവിടെ ആരെങ്കിലും 6000 രൂപ വിദ്യാർത്ഥികളല്ലാത്ത വേറെ ആരെങ്കിലും 6000 രൂപ ഒരു മാസം താഴെ വരുമാനമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരാൾ പോലും ഇല്ല. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ 10 രൂപ നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇറങ്ങുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ടൗണില് ഒരു സ്ഥലത്ത് തന്നെ കരിക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ, ഒരേ ആളുകൾ, ഒരേ കസ്റ്റമേഴ്സ്, ഒരു വ്യത്യാസവും ഇല്ല അവർക്ക്. പക്ഷെ ഒരാൾക്ക് നല്ല ബിസിനസ്, മറ്റേ ആൾക്ക് ബിസിനസ് ഇല്ല. രണ്ടുപേരും ഒരേ തോട്ടത്തിൽ തേങ്ങാനെ ഒന്ന് വെക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ അവരറിയാതെ ഇങ്ങനെയൊന്നും പഠിച്ചിട്ടായിരിക്കില്ല, പക്ഷെ അവരറിയാതെ തന്നെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കും ഇറങ്ങുക. രാവിലെ ഒരു 10 രൂപയെങ്കിലും ഒരു ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടായിരിക്കും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അതിന്റെ പവർ നിങ്ങൾക്ക് മാറ്റിവെച്ച് നാളെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പുതിയൊരു വസ്ത്രം നിങ്ങൾ വാങ്ങിയിട്ടാൽ നിങ്ങൾ അതിന് നന്ദി പറയുക. സന്തോഷവും സമൃദ്ധവും സമ്പന്നവുമായ ഒരു ജീവിതം നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ഒരാ ആവേശമൊക്കെ കാണാൻ കയറുമ്പോ കൂണ ഒച്ചയില്ലേ, ആ ഒച്ചയിൽ പറയണം, എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? യെസ്, നമ്മൾ എന്തായാലും നേടും. കാരണം എന്നറിയോ? നിങ്ങൾ വന്നിരിക്കുന്ന അത്തരം ഒരു വഴികാട്ടിയുടെ മുമ്പിലാണ്, അത്തരം ഒരു മെന്ററുടെ മുമ്പിലാണ്. അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ 10 രൂപയെങ്കിലും നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കണം. രാവിലെയും വൈകിട്ടും മെഡിറ്റേഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ വൈകുന്നേരം എന്ത് ചെയ്യണം? നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ 4 കാര്യങ്ങൾ ടു ഡു ബുക്ക് എന്ന് പറഞ്ഞ ബുക്ക് സാർ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്തു വെക്കണം. ഇവിടെ ഞാൻ കുറെ പേരോട് സംസാരിച്ചു ഇതിന്റെ ഇടയ്ക്ക്, ഒത്തിരി പേരോട്. അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് മടിയാണ്. സുബ്ബലക്ഷ്മിയോടൊക്കെ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്? നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാളെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു ഓൾ.